എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ടെമ്പററി അഡ്മിഷൻ നേടുകയും എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറെ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ നേടാനുള്ള സൗകര്യം നാളെ അവസാനിക്കും. അതായത് ജൂൺ 30 അവസാനിക്കും. ഇതുവരെ കേരള യൂണിവേഴ്സിറ്റിയിൽ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നാളെ തന്നെ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുന്നത് ആയിരിക്കും എന്നുള്ളത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി തേർഡ് അലോട്ട്മെൻറ്റ് ഇല്ലേ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇനി തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിന് നിങ്ങൾ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. നിങ്ങൾ പുതുതായിട്ട് ഓപ്ഷൻസുകൾ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു അലോട്ട്മെൻറ്റിൽ, അതായത് ഇനി അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സീറ്റിലേക്കും ഇഷ്ടപ്പെട്ട കോഴ്സിലേക്കും മാത്രമേ നിങ്ങൾ ഓപ്ഷനുകൾ കൊടുക്കാനായിട്ട് പാടുള്ളൂ. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അതായത് രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ സ്ഥിര അഡ്മിഷൻ എടുക്കുന്നവർക്കും താല്പര്യമുള്ള പക്ഷം തുടർന്ന് വരുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് ഓപ്ഷനുകൾ സമർപ്പിച്ച് പങ്കെടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഒരു അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം, എന്നാൽ നിങ്ങൾ പുതിയ ഓപ്ഷൻസ് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിലവിൽ നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുത്തവർ ആണെങ്കിലും രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ മാറ്റം വന്നിട്ടില്ലെങ്കിൽ പോലും കോളേജിൽ നേരിട്ട് ഹാജരായിട്ട് നിങ്ങൾ ഒരു നിശ്ചിത ഫീസ് കോളേജിൽ അടച്ചുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും സ്ഥിര അഡ്മിഷൻ, അതായത് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇപ്രകാരം താൽക്കാലിക അഡ്മിഷൻ എടുത്തവർക്ക് സ്ഥിര അഡ്മിഷനിലേക്ക് മാറുന്നതിനുള്ള അവസാന തീയതി ജൂൺ 30 അതിനുള്ളിൽ സ്ഥിര അഡ്മിഷൻ എടുക്കാത്തവരുടെ അഡ്മിഷൻ റദ്ദ് ചെയ്യപ്പെടുന്നത് ആയിരിക്കും. അതുപോലെ തന്നെ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ സ്ഥിര അഡ്മിഷൻ എടുക്കുന്നവർക്കും അതുപോലെ തന്നെ താല്പര്യമുള്ള പക്ഷം തുടർന്ന് വരുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പുതിയ ഓപ്ഷനുകൾ സമർപ്പിച്ച് പങ്കെടുക്കാവുന്നതാണ്. അതുപോലെ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമായിരുന്നു വിദ്യാർത്ഥിയുടെ ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ. അപ്പോൾ അതുകൂടി നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു 5ാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ 5ാമത്തെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് എനിക്ക് മുകളിലെ ഓപ്ഷൻ വേണ്ട, ഞാനിവിടെ ഓൾറെഡി സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടത് കൊണ്ട് തന്നെ അവിടെ ഞാൻ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻസ് ഒന്നും പരിഗണിക്കേണ്ട, അപ്പോൾ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യണോ, അതിൻ്റെ ഓപ്ഷൻ എപ്പോഴാണ് വരിക, അതിൻ്റെ ഓപ്ഷൻ കാണുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം കേരള യൂണിവേഴ്സിറ്റിയിൽ ഈ ഒരു മുഖ്യഘട്ടത്തിൽ 2 അലോട്ട്മെൻറ്റുകളാണ് നടക്കുന്നത്. അപ്പോൾ ഇനി നടക്കുന്നത് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ആണ്. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരിക. അപ്പോൾ ആ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊക്കെ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ ഈ ഒരു ഉയർന്ന ഓപ്ഷനുകൾ പരിഗണിക്കുന്നതല്ല. കാരണം മുഖ്യഘട്ടത്തിൽ നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണോ കിട്ടിയത്, അതായത് ഏറ്റവും മുഖ്യഘട്ടത്തിലെ ലാസ്റ്റ് അലോട്ട്മെൻറ്റ് ഏതാണോ ആ ഒരു അലോട്ട്മെൻറ്റുകൾ വരെയാണ് നിങ്ങൾ ആദ്യം നൽകിയ ഓപ്ഷനുകളെ പരിഗണിക്കുള്ളൂ, പിന്നീട് പരിഗണിക്കുന്നതല്ല. അപ്പോൾ ഇനി നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പരിഗണിക്കപ്പെടേണ്ടതില്ല എങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം വിദ്യാർത്ഥികൾ നൽകിയിട്ടുള്ള ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമുള്ള അഡ്മിഷൻ്റെ ആ ഒരു ടൈം കഴിയുന്നതോടുകൂടി വിദ്യാർത്ഥികളുടെ ഈ ഒരു ഹയർ ഓപ്ഷൻസ് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ഓൾറെഡി പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിന് മുകളിൽ ബാക്കിയുള്ള ഓപ്ഷൻസാണ് ഹയർ ഓപ്ഷൻ. നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ്റെ മുകളിലുള്ള ബാക്കി ഓപ്ഷൻ, അതായത് അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള ഓപ്ഷനുകളെയാണ് ഹയർ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹയർ ഓപ്ഷൻസ് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ ഓരോ ഓപ്ഷനുകളും പരിഗണിക്കുന്നതല്ല. ഇനി സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികളും എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പുതിയ ഓപ്ഷനുകൾ നൽകുകയാണ് ചെയ്യേണ്ടത്. അത് ന്യൂ ഓപ്ഷൻസ് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിനായിട്ട് നൽകുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ജൂലൈ 1 മുതൽ വിദ്യാർത്ഥികൾക്ക് പുതിയ ഓപ്ഷനുകൾ നൽകാനുള്ള സൗകര്യം ലഭ്യമാകുന്നതാണ്. അതുപോലെ
അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു അവസരത്തിൽ പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ജൂലൈ 1-ാം തീയതി മുതലാണ് വിദ്യാർത്ഥികളുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജൂലൈ 1 മുതൽ ക്ലാസ്സുകളിൽ പങ്കെടുക്കാം. അതുപോലെ തന്നെ ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ പുതിയ ഓപ്ഷനുകൾ നൽകി നിങ്ങളുടെ ആപ്ലിക്കേഷൻ അതായത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അടുത്ത സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങളുടെ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഹയർ ഓപ്ഷൻ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഡിലീറ്റ് ചെയ്യുന്നത് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഹയർ ഓപ്ഷൻസ് അവിടെ ഉണ്ടോ എന്ന് ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ അഡ്മിഷൻ നേടിക്കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് അടുത്ത സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പുതുതായിട്ട് നിങ്ങൾ ഓപ്ഷൻ നൽകേണ്ടതാണ്. പുതിയ ഓപ്ഷനുകൾ നൽകുന്ന വിദ്യാർത്ഥികളെ മാത്രമാണ് പിന്നീട് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഓൾറെഡി അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഓപ്ഷൻസിനെ മുഴുവനായിട്ട് അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടുന്നതായിരിക്കും. കാരണം മുൻ വർഷം അങ്ങനെയാണ്. എന്നാൽ ഈ വർഷം ചിലപ്പോൾ പുതിയ ഓപ്ഷൻസ് നിങ്ങൾ നൽകേണ്ടതായിട്ട് വന്നേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.